ഇന്ന് വെള്ളക്കക്ക ഉണ്ടാ കിട്ടിയേക്കണത്. കറുത്ത കക്കയൊന്നും ഉണ്ടല്ലോ. കറുത്ത കക്കയില ഇറച്ചിയൊക്കെ നല്ല വലിയ ഇറച്ചിയായിരിക്കുള്ളൂ. ഇതിൻ്റെ ഇറച്ചിയൊക്കെ വീർത്തൊന്നും ഇരിക്കില്ല, ഇങ്ങനെ പതിഞ്ഞിരിക്കണ ഇറച്ചിയായിരിക്കുള്ളൂ. ഇത് ശരിക്കും കഴുകി അതിനകത്ത് ഇത്തലും ഒരു കറുത്തൊരു തിരി പോലത്തെ സാധനമൊക്കെ ഉണ്ടാവും കേട്ടോ. അതെല്ലാം തിരിഞ്ഞ് മാറ്റിയിട്ട് ശരിക്കും കഴുകിയിട്ട് ഒരു ദിവസം, ഇത് വൈകുന്നേരമാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇത് ഒരു ദിവസം ഫുള്ളായിട്ട് വെള്ളത്തിട്ട് അപ്പോൾ ഈ രാത്രി ആകുമ്പോൾ ഇത് വായ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കളെല്ലാം പുറന്തള്ളും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഉണ്ട് ഇത് പുഴുങ്ങി എടുക്കുന്നത്. ഇത്തിരി വലിയ കലത്തിൽ വെച്ചിട്ട് പുഴുങ്ങണം. അപ്പോൾ ശരിക്കും ഇളക്കി ഇത് വേവിക്കാൻ പറ്റും. ഒരു തുള്ളി വെള്ളം പോലെ ഒഴിക്കരുത് കേട്ടോ. ഞാനങ്ങനെയാണ് ചെയ്യണത്. ഇത് പണ്ട് തുടങ്ങി ഇങ്ങനെ കണ്ട് ശീലിച്ചങ്ങനെ ഉണ്ട്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ചെറുപ്പത്തിലേ തുടങ്ങി ഇതൊക്കെ ഉണ്ടാ കഴിക്കണത്. കക്ക, ഞണ്ട്, ചെമ്മീൻ, മീനുകളെല്ലാം കഴിച്ച് ശീലിച്ചാൽ കാരണം ഇതൊന്നും കഴിച്ചാൽ വയറിനൊന്നും ഒരു കംപ്ലൈൻറ്റും ഞങ്ങൾക്ക് വരാറില്ല. ഇത് പെട്ടെന്ന് കഴിക്കുന്ന ആൾക്കാർക്കാണ് ഇതിന് കംപ്ലൈൻറ്റ് ഉള്ളത്, വയറുവേദനയൊക്കെ വരണത്. അങ്ങനെ ഇത് എന്തെങ്കിലും കഴിച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം ഒരു കുക്കുമ്പർ കടിച്ച് ചവച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം മാറി കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് പുഴിഞ്ഞ് അതിൻ്റെ കാടി മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് കൊട്ടയിലേക്ക് ഇട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ അടിക്കും കുറച്ച് നേരം. ഇതിങ്ങനെ മറിച്ച് കഴിയുമ്പോൾ ഒന്ന് വിട്ട് കിട്ടുമല്ലോ. അതിന് ശേഷമാണ് ഞങ്ങൾ കിള്ളി എടുക്കാണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ വീട്ടിലൊക്കെ അമ്മൂമ്മയൊക്കെ ഇത് പുഴുങ്ങി ഞങ്ങളെയൊക്കെ ഇത് എടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവരും ഇതെടുത്ത് തിന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ നോക്കി വെക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറുകളെടുക്കും എന്ന് പറയുമായിരുന്നു അന്ന്. അപ്പോൾ ശരിയാണ്. ഇത് പച്ചനെയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറുവേദന എടുക്കും കേട്ടോ. ഇത് ശരിക്കും ഇതിന് വേവുണ്ട്. നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് രണ്ടാമത് വേവിക്കണം ഇതിനാ. ഇത് ഞങ്ങൾ 3 പേരും കൂടി ഇതെടുക്കണതിരുന്നു. ഒറ്റക്കൊന്നും നടക്കണ കാര്യമല്ലല്ലോ ഇതൊന്നും. ഇത് ഞാനിത് അങ്ങനെ തന്നെയുള്ളത് മാത്രം വാങ്ങിക്കൊള്ളിട്ട് പറമ്പിൻ്റെ ഒരു ഭാഗത്ത് ഇതിങ്ങനെ കുണ്ടിയിട്ടുണ്ടാവും. അതൊക്കെ നിറച്ച് അവിടെ കെടുപ്പുണ്ട്. ഇതങ്ങനെ തന്നെയുള്ളത് മാത്രം വാങ്ങിക്കൊള്ളി. ഇറച്ചി എടുത്ത് വെക്കണത് ഞാൻ ഇതേവരെ വാങ്ങിച്ചിട്ടില്ല. എനിക്കത് പേടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്നുള്ള പേടിയാണ്. പിന്നെ നമുക്ക് അത്രക്ക് വിശ്വാസം ഉള്ളവരുടെ നിന്ന് മാത്രം വാങ്ങിക്കാവൂ. അവരിത് പുഴുങ്ങിയെടുത്ത് കൊടുക്കണ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ നിന്ന് അത് ധൈര്യമായിട്ട് വാങ്ങിക്കാം. അല്ലാതെ ഞാൻ അതുപോലും വാങ്ങിക്കാറില്ല. കാരണം ഞാൻ ഇങ്ങനെ തന്നെ എടുത്ത് ശീലിച്ചു പോയി. ഇത് മണ്ണുണ്ടാവും കേട്ടോ, കുറച്ച് ചെറിയ മണ്ണുണ്ടാവും. അത് കലക്കി എടുക്കണം. ഇതിനുള്ളിൽ അഴുക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ വെള്ളത്തിൽ ഇട്ടാലുള്ള ഗുണം അതാണ്. മണ്ണും അഴുക്കൊക്കെ പുറത്തേക്ക് വരും. ആ കക്കക്കാടി തന്നെ ഒഴിക്കണം. അത് വേറെ പച്ചവെള്ളം ഒഴിക്കരുത്. ആ വെള്ളം തന്നെ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വേപ്പില ഇതെല്ലാം കൂടി ഇട്ട് വറ്റിക്കണം. അതിനകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇട്ടത്. ചുവന്നുള്ളി കൂടുതൽ വേണം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ചതച്ച മുളക്. ഇതെല്ലാം ചതച്ച് സവാള വേറെ അരിഞ്ഞെടുക്കും കേട്ടോ. ഞാനത് മല്ലിപ്പൊടിയൊന്നും ചേർക്കാറില്ല. മല്ലിപ്പൊടിയൊക്കെ ചേർക്കണമെങ്കിൽ വേറെ കറിയായി പോവില്ലേ. ഞങ്ങൾ ഉള്ളിമുളക് ചതച്ച വളർത്തണം എന്നാണ് അതിനൊക്കെ പറയണത്. വറ്റി വന്നു കഴിയുമ്പോൾ വീണ്ടും ആ കലത്തിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വീണ്ടും കുറച്ചും കൂടി ഇട്ടൊന്ന് വരട്ടാം. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം മുഴുവനും വറ്റി കിട്ടും. കുറച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം വേപ്പിലിട്ട് ആദ്യം തന്നെ സവാള അരിഞ്ഞതാണ് കേട്ടോ ഇടുന്നത്. സവാള ഉരിഞ്ഞതിന് ശേഷമാണ് ഉള്ളിമുളകും ഉരിക്കുള്ളൂ. മുരിഞ്ഞ് കഴിയുമ്പോഴാണ് ഇടുന്നത്. ഇനി ഇത്
അധികം തീ കൂട്ടി വെക്കരുത്. ചെറിയ തീയിൽ ഇത് മൊരിച്ചെടുക്കണം. മൊരിച്ച് കഴിയുമ്പോൾ വെളിച്ചെണ്ണ പിന്നെയും തെളിഞ്ഞ് വരും. ആ സമയത്താണ് ഈ വറ്റിച്ച് ചേർക്കണ കക്കറച്ചി അതിനകത്തേക്ക് ഇടേണ്ടത്. ഈ കക്ക വെള്ളം ഇതിനകത്തിട്ട് വറ്റിച്ച് കഴിയുമ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പെട്ടെന്ന് അടിയിൽ പിടിക്കുകയും ചെയ്യും. പിന്നെ ഞങ്ങളൊക്കെ അവിടെ ഇതുപോലത്തെയും ചെയ്യരുത്. പിന്നെ ആ വെള്ളത്തിലില്ല കക്കക്കാടി എന്നാണ് ഞങ്ങൾ പറയാനായിട്ട്. ആ കക്കക്കാടിയിലേക്ക് കുറച്ച് ഉള്ളിമുളകും ഇതിനകത്ത് തന്നെ മൊരിച്ചത് അതിനകത്തേക്ക് ഇടും. അപ്പോൾ അതൊരു ചാറും ആവും, ഇതൊരു വലത്തുമാവും. അങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ അവിടെ കഴിച്ചിരുന്നത്. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും കൂടി തൂവിയിട്ട് അത് തീയിലിട്ട് നന്നായിട്ട് വലത്തിയെടുക്കുക. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സൂപ്പർ കറി, സൂപ്പർ വലുത്ത്.